നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആര്യൻ മോൻ്റെ രോഗം വേറെ എന്തോ ആണ്. അതായത് ആര്യൻ മോന് കൃത്യമായിട്ട് അറിയാം, ഇവിടെ ഞാൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ബിഗ് ബോസ് ഇത് കാണിക്കാൻ പോകുന്നില്ല. അതുപോലെ ലാലേട്ടനോട് ചോദിക്കാൻ പോകുന്നില്ല. ഇന്ന് മസ്താനിയെ വലിച്ചു കീറിയതുപോലെ എന്നെ കീറാൻ പോകുന്നില്ല. അതുപോലെ ലക്ഷ്മിയെ വലിച്ചു കയറിയതുപോലെ എന്നെ കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം. ഇനി നാളെ ആരെങ്കിലും വന്ന് റെന ഫാത്തിമയുടെ മുകളിൽ നീ എന്തിനാടാ കിടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും പറയണം, അത് നോർമലല്ലേ, അത് സദാചാരമാക്കണോ? ഇപ്പോഴും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. റെന ഫാത്തിമയുടെ മുകളിൽ പോയിട്ട് പിന്നെ നമ്മുടെ ആര്യം കിടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ അതായത് ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻഷോട്ട് ആ നിമിഷം തന്നെ എടുത്ത് വെച്ചത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇനിയിപ്പോൾ ഈ സാധനം ലാലേട്ടൻ കാണൂല, അതുപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികളെ കാണൂല, ഇവിടെയുള്ള ചില ടീമുകളൊന്നും കാണൂല, ഒരുപാട് പേര് ഇത് കാണൂല. കാരണം എന്താ, ആര്യനല്ലേ, ആര്യൻ അത് ചെയ്യേണ്ട അധികാരമില്ലേ, ഒരു പെണ്ണിൻ്റെ മേലെയല്ലേ അവൻ കടന്നിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എടോ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അവിടെ ഇത്തിരി സ്പേസ് കൊടുക്കുന്നത്? ഇവനൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് ആ പ്രവീണിനെ എന്തിനാണ് പിടിച്ച് പുറത്താക്കിയത്? ആ പ്രവീണിനെ അവിടെ നിർത്തിച്ചിട്ട് ഇവനെയാണ് പുറത്താക്കിയതെങ്കിൽ ബിഗ് ബോസിനെ അവർ കയ്യടി കൊടുത്തേനെ. പക്ഷെ ഇവൻ്റെ ഈ ഇതുപോലെയുള്ള ഇവനൊരു ശരിക്കും പറഞ്ഞ ഇവന് കാമമാണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ ഇവൻ്റെ അസുഖം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇവനൊരു കടുവ തന്നെയാണ്, അല്ലാതെ ഒരു പെണ്ണിൻ്റെ മേക്ക് പോയിട്ട് കിടക്കുമോ? അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. റെന ഫാത്തിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് ഞാൻ കണ്ടതാണ്. കാരണം അപ്പോൾ തന്നെ അത് ബിഗ് ബോസ് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കാണിക്കുമെന്നറിയില്ല, ഇനി നാളെ ഒന്നും കാണിക്കൂല. ചിലപ്പോഴേ ഇത് അബദ്ധം പറ്റിയിട്ട് വെളിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ ഭയങ്കര ഇതായി. ഇതെന്താ, ആര്യൻ മോൻ്റെ PR-കളും ആര്യൻ മോൻ്റെ ആൾക്കാരൊന്നും ആരും ഇല്ലേടാ. ജിസൈലിനെയും ആര്യനെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് അടിച്ച ടീമല്ലേ എവിടെ? ജിസൈലിനെയും ആര്യനെയും ഭയങ്കര ഇത് സപ്പോർട്ട് അടിച്ചല്ലോ. ഒരു കെട്ടിപ്പടുത്ത ഒരു ഉമ്മൊക്കെ അല്ല, അത്രയും കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇവിടെ മേലെ കിടക്കലും കുഴപ്പമില്ല. എന്നാലേ മനസ്സിലായ, മേലെ കിടന്നോ, മേലെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കിടന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷേ റെന ഫാത്തിമക്ക് അത് ഇഷ്ടമാണെന്നൊന്ന് നോക്കണം അവിടുന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ചോദിക്കാനും പറയാനും ചിലപ്പോൾ കുടുംബം വരെ ബിഗ് ബോസിലേക്ക് വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നാളെ ഒരു ജീവിതമുണ്ട് ഇവർ രായ്ക്ക് രാമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നാളെ ഒരു ജീവിതമുണ്ട്. എന്നിട്ടാണോ ഇവൻ പോയിട്ട് ഇമാതിരി തോന്നിവാസം കളിക്കുന്നത്, ഇതുപോലുള്ള തെമ്മാടിത്തരം കളിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ബിഗ് ബോസ് വെച്ച് പൊറപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ അവർക്കൊരു ജീവിതമുണ്ട്, അതുകൊണ്ട് ഇതൊന്നും മിണ്ടാൻ പാടില്ല. അതാണ് എല്ലാവരും പറയുന്നത്. അതായത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ണു അടച്ച് പൂത്തിയിരിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ കണ്ണു അടച്ചു പൂട്ടിയിരിക്കണം എന്നാണ് ബിഗ് ബോസും പറയുന്നത്, അതുപോലെ ജനങ്ങളും പറയുന്നത്, സദാചാര കമ്മിറ്റിക്കാർ എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവരൊന്നും ഇതൊരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ വെച്ചു എന്ന് പറയണം. എന്നിട്ട് പറയുകയാണ് അവർക്കൊരു ജീവിതം പുറത്തുണ്ട്. അതാണ് പറയുന്നത്. അതായത് ഇവർ പറയുന്നത് അറിയാം, ഉമ്മ വെച്ച് കഴിഞ്ഞാൽ വെച്ചു എന്ന് പറയണം. ഒരു ഉമ്മ വെച്ചത് കുഴപ്പമാണോ, കെട്ടിപ്പിടിച്ചത് കുഴപ്പമാണോ, ഒന്നിച്ച് കിടന്നത് കുഴപ്പമാണോ, ഇനി എന്താ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞ കിടന്നത് കുഴപ്പമാണോ? ഒരു കുഴപ്പമില്ല. എന്നിട്ട് പറയുകയാണ് അവർക്കൊരു ജീവിതമുണ്ട്. ഇപ്പോൾ എന്താ, റെന ഫാത്തിമക്ക് ജീവിതമില്ലേ? ഇനി റെന ഫാത്തിമക്ക് ഇത് പിന്നെന്താ വേണ്ടി ഇത് കുഴപ്പമാക്കാണ്ടിരിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെയുള്ള ഒറ്റൊരുത്തന്മാരെ ഇനി ഇത് പറയില്ല, അവിടെയുള്ള ഒരാൾ പോലും പറയില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ആകെയുള്ള നിലപാടുകളുടെ രാജകുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദാലക്ഷ്മിയും അതുപോലെ തന്നെ അനുമോളും മാത്രമാണ്. അവർ നിലപാടുകൾ കൊണ്ട് അവരെ കീഴടക്കാൻ ഒരാൾക്കും പറ്റൂല. നാളെയും ഇത് അനുമോൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ലെവല് വേറെയായിരിക്കുന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് ഒരു പെണ്ണിൻ്റെ മുകളിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുത്തനെ കാണുന്നതാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അവിടെ ഒരുപാട് പേര് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇവന് മാത്രം എന്താണ് ഈ പ്രത്യേകത എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവൻ ആരാണ്? ഈ ആര്യൻ എന്ന് പറയുന്നവൻ ആരാണ്? ഇവനെ ഭയന്നുകൊണ്ട്, അല്ല ഇവൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി വന്നതാണോ, അല്ല ഇവന് വേറെ എന്തെങ്കിലുമായിട്ടുള്ള എന്തെങ്കിലും രോഗമുണ്ടോ, അല്ല ഇവന് ഇതിൻ്റെ അസുഖമുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ഇമാതിരി തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് പറയുകയാണ് അവർക്കൊരു ജീവിതമുണ്ട്, അതിങ്ങനെ ഉള്ളതാണ്, അതൊക്കെ ബിഗ് ബോസിൽ ഉള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉള്ളതാണെന്ന് പറയാൻ പറ്റുക?
അതായത് ഇതിന്റെ പുറത്തു പോയി കയറി കിടന്നിട്ടാന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളതാണെന്ന്. ഇവൻ എന്താ കരുതിയിരിക്കുന്നത്? ഒന്നിക്കിൽ ഇവൻ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്, എല്ലാവരെയും നാറ്റിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴേക്കും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു വിപ്ലവം ആക്കി വെച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണെന്നും നമുക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാണിച്ചത് എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം തന്നെയാണ്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ലാലേട്ടൻ ചോദിക്കത്തില്ല, നമുക്കറിയാലോ ഇനിയിപ്പോൾ മുകളിൽ കയറി കിടന്നോ എന്തുവാണെങ്കിൽ പോയി കിടന്നോ, അവർക്കൊരു ജീവിതമില്ലേ, അവർക്ക് പുറത്തൊരു ജീവിതമില്ല. എന്ത് പുറത്തൊരു ജീവിതം? ഇമാതിരി തോന്നിയവാസം കാണിച്ചിട്ട് അവിടെ കടന്നിട്ട് എനിക്ക് അച്ഛനും അമ്മയുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവനൊക്കെ രണ്ടാമത്തെ പണിയാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാറ്, നാ ഫാത്തിമക്ക് വരാൻ വേറെ ആരൊക്കെ വന്നു പക്ഷേ ഫിസിക്കൽ അസോൾട്ടുമായിട്ട് വരും. അവിടെ നിന്നൊന്നും ചെയ്യാനും പറ്റൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടായി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ തോന്നിയവാസങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ ഇവൻ ഇന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇവന് വേറൊരു ഗെയിമുമില്ല. അടുത്ത ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതിൻ്റെ പുറകിൽ വരികയാണെങ്കിൽ അവരെ പിടിച്ച് ലാലേട്ടൻ കുടയുന്നത് നോക്കി നിന്ന് കുറേ സത്യം ഒട്ടിട്ടൊക്കെ പോവാലോ എന്നാണ് ഈ മാന്യൻ എന്ന് പറയുന്നവൻ വിശ്വസിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇത് ചോദ്യം ചെയ്യേണ്ടത് റെനാ ഫാത്തിമേൻ്റെ മാതാപിതാക്കൾ തന്നെ ഇത് ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമാതിരി കോപ്രായം കാണിക്കരുത്. നിങ്ങളുടെ മകൾക്കൊരു ജീവിതമുള്ളതാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. എല്ലാവരും എന്തെങ്കിലും പറയുമ്പോൾ സദാചാര കമ്മിറ്റിക്കാരാണ് അല്ലെങ്കിൽ ഉമ്മവെക്കാനൊക്കെയുള്ള അനുവാദം ഇന്നത്തെ തലമുറക്കുണ്ട്. ഒരു മണ്ണാങ്കട്ടിയില്ലായിരുന്നേ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവനൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസം ചെയ്യുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് അല്ലേ, ഇവിടെ ആരും ഒന്നും പറയത്തില്ലല്ലോ എന്നുള്ള തരത്തിൽ തന്നെയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ കൃത്യമായിട്ടെന്ന് പറയുന്നത് ഇവൻ ഒന്നുകിലും നാളെ തന്നെ പിടിച്ച് പുറത്താക്കണം. ലാലേട്ടൻ വരാൻ കാത്തിരിക്കേണ്ട. അത്രയും കൊണ്ട് പറയുന്നത് ഇവനൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇനിയിപ്പോൾ നാളെ ആരും മിണ്ടൂല. ഇത് മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. ഇത് കാരണം വെച്ചാൽ ഇത് ബിഗ് ബോസ് ആണ്. ഇതെന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും, ഇന്നത്തെ തലമുറ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാനല്ലേ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനല്ലേ ഇവിടെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് മാറ്റങ്ങൾ അങ്ങ് കൊണ്ടുവരണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും ആരും ചോദിക്കാനും പറയാനുണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു ധൈര്യമാണ് ഈ ആര്യൻ എന്ന് പറയുന്നവനൊക്കെ. എന്ത് തെണ്ടിത്തരം വേണമെങ്കിൽ അവിടുന്ന് കാണിച്ചു കഴിഞ്ഞാലും ആരും ചോദിക്കത്തില്ല, ആരും പറയത്തില്ല, ആരും എൻ്റെ ഇതാക്കത്തില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് മേൽക്കൊയ്മ എന്ന് പറയാം. ഇതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇമാതിരി തോന്നിവാസികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവൻ തമാശ കളിച്ചാൽ ഇതാണോ തമാശ കളിക്കുന്നത്? ഇവിടെ കുറെ ആളായിട്ട് തമാശ കളിച്ചാന്ന് പറയും. എന്ത് തമാശ? ഇത് തമാശ കളിയല്ല. ഒരു പെണ്ണിന്റെ മുകളിൽ കയറി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ തെണ്ടിത്തരമായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ഇത് തമാശയും കളിയാന്ന് നമുക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണോ തമാശയും കളിയുന്നേ? ഇനി അതും പറയാൻ പറ്റൂല. ന്യൂജൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പണ്ട് തെരുവിളിച്ചത്. അതായത് മറ്റേ എന്താ പറയണ്ടേ, ഈ ജിസൈൽ എന്ന് പറയുന്ന ആ ഒരു ഉമ്മ പ്രശ്നത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല തെരുവിൽ കേട്ടതാണ്. പക്ഷേ ഇതൊക്കെ തമാശയായിരുന്നെങ്കിൽ ഇതും എല്ലാം ഇവൻ്റെ തമാശകൾ എന്നാൽ ഇനി ഒരുപാട് ആൾ കാണേണ്ടി വരും എല്ലാവരും കൂടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ, ഇത് ഒന്നിക്കലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? വേറൊരു ജീവിതമുണ്ട്. രായികരാമനം പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് വേറൊരു ജീവിതം തന്നെയുണ്ട്. അതിൽ ഇവരെ പോലെയുള്ള കാമക്കടുവകൾ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയല്ലേ. അതായത് ഇവനൊക്കെ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ആരാ അധികാരം കൊടുത്തിരിക്കും? ബിഗ് ബോസ് അധികാരം കൊടുത്താണോ? അല്ല ലാലേട്ടൻ ഇനി ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടുപോകും, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണോ ഇവനൊക്കെ കരുതിയിരിക്കുന്നത്? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പറയുക. നന്ദി, നമസ്കാരം.